നമസ്കാരം. ആയുർ സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അതായത് ഡാഷ്ബോർഡിൻ്റെ മുകളിൽ കാല് കയറ്റി വെച്ചുകൊണ്ട് കാറിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ കാണുക. അഥവാ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്തോളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സോ നിങ്ങളുടെ കാറിൽ എത്ര തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഇങ്ങനെ തെറ്റായ രീതിയിൽ അല്ലെങ്കിൽ മണ്ടത്തരം കാണിച്ച് ഡാഷ്ബോർഡിൻ്റെ മുകളിൽ കാല് കയറ്റി വെച്ച് ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തി ആ ഒരു കാറിലുണ്ടെങ്കിൽ ഒബ്വിയസ്ലി പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലേക്കാണ് അവർ പോകുന്നതെന്ന് അവർ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പം ട്രെൻഡിങ് ആയിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒട്ടനവധി പേരെ ഞാൻ പോലും കണ്ടിട്ടുണ്ട് ഡാഷ്ബോർഡിൻ്റെ മുകളിൽ കാല് ഉയർത്തി വെച്ച് പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്ര തന്നെ നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിലും സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ളൊരു തെറ്റ് കാരണം ആ ഒരു വ്യക്തിയുടെ ലൈഫ് തന്നെ പോവാൻ ചാൻസസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞൊരു തവണ ഒരു ന്യൂസിൽ കണ്ടതായിരുന്നു. ഒരു ലേഡി ആയിരുന്നു, ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, ഡാഷ്ബോർഡിന് മുകളിൽ കാല് കയറ്റി വെച്ചു. പെട്ടെന്ന് ആ വണ്ടി ഇടിക്കുകയും അതുപോലെ എന്തോ ഒരു സഡൻ ബ്രേക്കോ അങ്ങനെ എന്തോ സംഭവിച്ച സമയത്ത് ഈ എയർ ബാഗ് അതിൻ്റെ അകത്തേക്ക് വന്നു. അങ്ങനെ കാല് ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ ഡാഷ്ബോർഡിന് മുകളിൽ വെച്ചിട്ടുണ്ടല്ലോ, അതിനെ നടുക്കേ കൂടി വന്നിട്ട് രണ്ട് കാലും രണ്ട് സൈഡിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടത് ഭാഗത്തെ ആ ഒരു ഇടുപ്പിൻ്റെ ഭാഗത്തുള്ള ആ ഒരു ബോണ് കംപ്ലീറ്റ് ആയിട്ട് ഫ്രാക്ചർ ആവുകയും മറ്റേ സൈഡ് ആണെങ്കിൽ ഡിസ്ലൊക്കേറ്റ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സർജറി അഥവാ റീപ്ലേസ്മെന്റ് ആയിട്ടുള്ള സർജറി പോലുള്ള കണ്ടീഷൻസ് ആണ്. അപ്പം അതിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ ഇപ്പം തെറ്റായിട്ടുള്ള കാര്യമായിട്ടുള്ള ഈ കാല് ഡാഷ്ബോർഡിൻ്റെ മുകളിൽ കയറ്റി വെക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ ഈ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു എക്സ്റേ റിപ്പോർട്ട് എടുത്ത സമയത്ത് അതിൽ വ്യക്തമായിട്ട് കണ്ട ഒരു കാര്യം, പല ബോൺസും നമ്മുടെ ഈ ഒരു ഏരിയയിലുള്ള റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിലെ ആ ഒരു പല ബോൺസ്, പെൽവിക് ഏരിയയിലെ ബോൺസ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ലൂസൺ ആവുകയും ഫ്രാക്ചറും ഡിസ്ലൊക്കേഷൻ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചില കേസസിൽ പാരാലിസിസ് പോലെ ഉള്ള സ്റ്റേജിലേക്കും അതുപോലെ ഈവൻ ഡെത്ത് വരെ സംഭവിക്കാനും അതൊരു കാരണമാവുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് തൊട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ഇനി തൊട്ട് നിങ്ങളത് ചെയ്യാതിരിക്കുക. വേറൊരാൾ അങ്ങനെ ചെയ്തത് കണ്ടിട്ടുണ്ടെങ്കിൽ അവരോട് പോയിട്ട് കർശനമായിട്ട് തന്നെ പറയാം അങ്ങനെ ഇരിക്കരുതെന്ന്. സോ പ്രോപ്പറായിട്ട് ഇരിക്കാം, സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ഫോളോ ചെയ്യാം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തോളൂ. സോ അടുത്തൊരു ദിവസം കാണുന്നത് വരെ നന്ദി, നമസ്കാരം.